നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ചിത്രകലാവിരുദിനാൽ സ്കൂളുകളും അംഗനവാടികളും സ്മാർട്ടാക്കുന്ന ചുവർ ചിത്രകാരി കഞ്ഞിക്കുഴി സ്വദേശിനി ഷീബ ജോഷി ശ്രദ്ധേയയാവുന്നു. അരൂർ മണ്ഡലത്തിലെ നിരവധി സ്കൂളുകളിലും അംഗനവാടികളിലും ഷീബ രചിച്ച ചുവർ ചിത്രങ്ങൾ നമ്മുടെ ഹൃദയം കവരുകയാണ്. അരൂർ 22-ാം വാർഡിൽ 4-ാം നമ്പർ അംഗനവാടിയുടെ ചുവരുകളിൽ ചിത്രമെഴുതി സ്മാർട്ടാക്കുവാനുള്ള ശ്രമം നടക്കുമ്പോഴാണ് അരൂർ വിഷൻ ചാനൽ ചിത്രകാരിയെ പരിചയപ്പെട്ടത്. ഡിസംബർ മാസം സ്മാർട്ടായി പ്രവർത്തനം ആരംഭിക്കുന്ന അരൂർ 22-ാം വാർഡ് 4-ാം നമ്പർ അംഗനവാടിയിലെ ചുവർ ചിത്രങ്ങൾക്ക് ജീവൻ നൽകുന്ന പണി അന്തിമഘട്ടത്തിലാണ്. ഷീബയോടൊപ്പം ചിത്രകാരൻ പട്ടണക്കാട് സ്വദേശി സന്തോഷ് കുമാറും അംഗനവാടിയിലെ ചുവർ ചിത്ര രചനയിൽ സഹകരിക്കുന്നുണ്ട്. എൻ്റെ പേര് ഷീബ ജോഷി എന്നാണ്. ഞാൻ കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഒരു 3 വർഷത്തോളമായി ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഭർത്താവിൻ്റെ പേര് ജോഷി എന്നാണ്. 2 പെൺകുട്ടികളാണ്. മൂത്താൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇളയാൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സ്വാതിലക്ഷ്മി എന്നും സുബ്ബലക്ഷ്മി എന്നാണ് പേര്. ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത് ഒരു കൊറോണ കാലത്താണ്. കൊറോണ സമയത്ത് വീട്ടിൽ അടച്ചിരുന്ന സമയത്താണ് ഞാൻ ചിത്രരചനയിലേക്ക് കടന്നത്. എൻ്റെ വീട്ടിൽ തന്നെ ഒരു 22ഓളം ചിത്രങ്ങൾ വരച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. ഇതോടെ നമ്മുടെ പഞ്ചായത്താണ് എന്നെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എൻ്റെ ഈ കഴിവ് പുറം ലോകത്തേക്ക് എത്തിച്ചത്. നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ പ്രതിനിധികളാണ്. അതോടെ എനിക്കിപ്പോൾ ഒത്തിരി വർക്കുകൾ ചെയ്യാൻ സാധിച്ചു. ആലപ്പുഴ ജില്ലയിലെ ജൽജീവൻ മിഷൻ്റെ വർക്ക് 40 പഞ്ചായത്തുകൾ ഏറ്റെടുത്ത് ഞാൻ ചെയ്തു. അതോടൊപ്പം ഇപ്പോൾ ആയുഷ്മാൻ ഭാരതിൻ്റെ NHMൻ്റെ വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലുകൾ ബ്രാൻഡ് ചെയ്യുന്നു. പാലക്കാട് 12ഓളം അംഗനവാടികൾ ചെയ്തു. കായംകുളത്ത് 22 അംഗനവാടികൾ ചെയ്തു. അതോടെ ഇപ്പം സ്കൂളുകൾ വർണ്ണക്കൂടാരം ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ചെയ്തിരിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ വർണ്ണക്കൂടാരം സ്കൂളുകൾ. 22-ാം വാർഡിലാണ് ഈ അംഗനവാടി പ്രവർത്തിക്കുന്നത്. പഴയ ഒരു അംഗനവാടിയായിരുന്നു. ഒരു പുതുക്കി പണിയണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിനെ ബന്ധപ്പെടുകയും അവിടെ ജില്ലാ പഞ്ചായത്ത് അംഗം അനന്തു രമേശൻ വഴി 20 ലക്ഷം രൂപയുടെ ഫണ്ടാണ് നമുക്ക് ഈ കെട്ടിടം നിർമ്മിക്കാൻ നൽകിയത്. അപ്പോൾ കെട്ടിടം നിർമ്മിക്കാൻ സമയത്ത് തന്നെ മനസ്സിലുണ്ടായിരുന്നു ഇതൊരു ഹൈടെക് അംഗനവാടിയാക്കി മാറ്റണം. മാത്രമല്ല ഇതുപോലുള്ള ചിത്രരചനകൾ നമ്മുടെ ഈ മദനിലൊക്കെ ഉണ്ടാകണമെന്ന് പല ഇതിലും കണ്ടതുകൊണ്ട് ഇവിടെയും നമുക്കത് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് കൊച്ചുള്ളിക്കവലയിലുള്ള സെൻറ്റ് ഫ്രാൻസിസ് സ്കൂളിൽ ഷീബയുടെ വരകൾ കാണാൻ കഴിഞ്ഞത്. അങ്ങനെ അവിടുത്തെ അധ്യാപകരോടാണ് ഷീബയുടെ അഡ്രസ്സ് വാങ്ങി ഞാൻ ബന്ധപ്പെടുന്നത്. അങ്ങനെ വന്നിട്ടാണ് ഷീബയുടെ വരികയും ഈ ചിത്രങ്ങളെല്ലാം നമുക്ക് വളരെ ഭംഗിയായ രീതിയിൽ മിഴിവാർന്ന ചിത്രങ്ങളാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അത് വളരെ ഭംഗിയായി നമ്മുടെ അംഗനവാടിയുടെ ഒരു ശൈലി തന്നെ മാറ്റിക്കൊണ്ട് ഷീബയുടെ കൺസെപ്റ്റാണ് ഇങ്ങനെ ഈ ഒരു ഫ്രണ്ട് തന്നെ ഒരു അക്വേറിയമാക്കി നമുക്ക് മാറ്റാം എന്നുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു 7ഓളം പേരുണ്ട്. അതിൽ പ്രധാനമായിട്ടും പുഷ്പ സാറും ഗോപ സാറും സന്തോഷ് സാറുമാണ് ഏറ്റവും കൂടുതലായിട്ട് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നത്. ഇപ്പം ഈ ഒരു വർക്ക് ചെയ്യാൻ എൻ്റെ കൂടെ കൂടുതലായിട്ട് നിന്നത് സന്തോഷ് കുമാർ സാറാണ്. സാറ് പട്ടണക്കാടാണ് വീട്. സ്വന്തം മാതാവിൽ നിന്നാണ് ചിത്രരചന കലാവാസന ഷീബയ്ക്ക് പകർന്നു കിട്ടിയതെന്ന് കരുതപ്പെടുന്നു. ഭർത്താവ് ജോഷിയും ഷീബയോടൊപ്പം സഹായത്തിനുണ്ട്. സ്വാതിലക്ഷ്മി, സേതുലക്ഷ്മി എന്നീ 2 പെൺകുട്ടികളാണ് ജോഷി ഷീബ ദമ്പതികൾക്കുള്ളത്. മക്കളിലും തൻ്റെ കലാവാസന പ്രകടമാണെന്നാണ് ഷീബ അവകാശപ്പെടുന്നത്. അടുത്ത മാസം ആലപ്പുഴ ലിയോ 13th സ്കൂളിന് സമീപം നടക്കുന്ന കേരള ചിത്രകലാ പരിഷത്തിൻ്റെ മഴയെ എന്ന പേരിലുള്ള ചിത്രകലാ ക്യാമ്പിനെ കുറിച്ച് സംഘടനയുടെ ജോയിൻറ്റ് സെക്രട്ടറിയായ ഷീബയ്ക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. മഴയെ എന്ന ക്യാമ്പിൽ 500ഓളം ചിത്രകാരന്മാർ പങ്കെടുക്കുമെന്ന് കരുതപ്പെടുന്നു. ചിത്രകലാകാരന്മാരെ ഉയർത്തിയെടുക്കാനുള്ള സംരംഭത്തിൻ്റെ തുടക്കമാണത്. അരൂർ പഞ്ചായത്ത് 22-ാം വാർഡ് മെമ്പർ BK ഉദയകുമാറിൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരമാണ് 4-ാം നമ്പർ അംഗനവാടി സ്മാർട്ടാകാനായി ചുവർ ചിത്രരചനയ്ക്കായി ഷീബയെ അന്വേഷിച്ചത്. തികച്ചും പ്രോത്സാഹനം അർഹിക്കുന്ന കലാകാരിയാണ് ഷീബ. ഷീബയുടെ ഫോൺ നമ്പർ 8086902672. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ.